നമസ്കാരം. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു ദ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് ഇൻ കേരള. അപ്പോൾ ആദ്യം തെളിഞ്ഞു വന്നത് 25 GB 1951 ബോൺ അക്കാഡ് സാഹിബിന്റെ വസതി. ശരിക്കും ബോണക്കാട് ഇങ്ങനൊരു വസതിയുണ്ട്, മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ്. ഇന്ന് വാർത്തകളിൽ ഇടം നേടുന്നത് ഈ വസതിയാണ്. പക്ഷേ ഫോർ ദ പീപ്പിളിന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് ബോണക്കാട് തൊഴിലാളികളുടെ കണ്ണീരാണ്. 200ഓളം തൊഴിലാളികൾ പട്ടിണിയിലായിട്ട് 15 വർഷത്തോളമായി. കേരളത്തിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടി അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂട വനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു എസ്റ്റേറ്റ്, ബോണക്കാട് എസ്റ്റേറ്റ്. 20 വർഷങ്ങൾക്ക് മുമ്പ് തൊഴിലാളികളും യന്ത്രസാമഗ്രികളും സൂപ്പർവൈസർമാരുമെല്ലാം നിറഞ്ഞ മനോഹരമായ ഒരു എസ്റ്റേറ്റ്, സജീവം. 15 വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റേറ്റ് അടച്ചുപൂട്ടി. അതോടെ വറുതിയിലായത് 200ഓളം തൊഴിലാളികളാണ്. മരണമുനമ്പിൽ ഒരു പറ്റം തൊഴിലാളികൾ. അരുവിക്കര മണ്ഡലത്തിലെ സുന്ദര മേഖലകളിലൊന്നാണ് ബോണക്കാട്. പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലെ മനോഹര ഗ്രാമം. മുംബൈ ആസ്ഥാനമായ മഹാവീർ പ്ലാന്റേഷൻസിന്റെ ഉടമസ്ഥതയിലുള്ള തേയില ഫാക്ടറി 1998 അടച്ചുപൂട്ടിയത്. സർക്കാർ തലത്തിലും പുറത്തുമെല്ലാം ചർച്ചകൾ തകൃതിയായി നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. എസ്റ്റേറ്റിനെ നമ്മൾ 2000 എസ്റ്റേറ്റിനെ പൂട്ടി. നമ്മൾ അങ്ങ് അവിടെ എവിടെയെങ്കിലായിട്ട് പണിക്ക് പോയി. അവിടെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. വയസ്സും 63 വയസ്സായി. ഇനി എന്തൊരു പണി ചെയ്യാൻ പറ്റും നാട്ടിലൊക്കെ പോയാൽ? അഗസ്ത്യമലയുടെ അടിവാരത്താണ് ബോണക്കാട്. രാജഭരണകാലത്ത് കാട് വെട്ടിത്തളിച്ച് തേയിലത്തോട്ടമുണ്ടാക്കി ബോൺ അക്കാഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരനായ തോട്ട ഉടമ ജോലിക്കാരെ നിയമിച്ചു. തേയില വിളവെടുത്ത് ലാഭവും നേടി. ജനാധിപത്യം വന്നതോടുകൂടി ഉടമ തോട്ടം മുംബൈ ആസ്ഥാനമായ മഹാവീർ പ്ലാന്റേഷന് വിറ്റു. കോടികളുടെ ലാഭം നേടിയ കമ്പനി പിന്നീട് തോട്ടത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലെ പ്രധാന തോട്ടങ്ങളിൽ ഒന്നായിരുന്നു ബോണക്കാട് എസ്റ്റേറ്റ്. തലസ്ഥാന ജില്ലയിലെ വിതുര പഞ്ചായത്തിലാണ് എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് മലയോര മേഖലയായ പൊന്മുടി, ബോണക്കാട് കുന്നുകളിൽ തേയില, ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജന കൃഷിക്ക് വേണ്ടിയാണ് തൊഴിലാളികൾ ഇവിടെ എത്തിയത്. ബോണക്കാട്, പൊന്മുടി, പനയം, പൊന്തടി, മർക്കിസ്റ്റൺ, ബ്രൈമൂർ എന്നിവിടങ്ങളിലായി പരന്നുകിടക്കുന്ന എസ്റ്റേറ്റുകളിൽ കൃഷി നടത്തി വിളവെടുത്തിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇതിനുശേഷം മറ്റൊരു ഇന്ത്യൻ കമ്പനി ഏറ്റെടുത്ത് ബോണക്കാട് എസ്റ്റേറ്റ് മുംബൈ ആസ്ഥാനമായുള്ള ബൻസാലി ഗ്രൂപ്പിന് കൈകളിൽ എത്തിച്ചു. അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള ബോണക്കാട് എസ്റ്റേറ്റിൽ തൊഴിലെടുക്കാനെത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള 900ഓളം തൊഴിലാളി കുടുംബങ്ങളാണ്. പിന്നീട് ഇവർ റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡുമൊക്കെയായി ഇവിടത്തുകാരായി. 12,000 ഹെക്ടറോളം തേയില, 110 ഏക്കർ റബ്ബർ, 80 ഏക്കറോളം ഏലം, കുരുമുളക് തുടങ്ങിയ കൃഷികളിൽ നിന്നായി പ്രതിവർഷം കോടികളുടെ ലാഭമാണ് ബൻസാലി ഗ്രൂപ്പ് എസ്റ്റേറ്റിൽ നിന്ന് കൊയ്തെടുത്തത്. അന്ന് തൊഴിലാളികൾക്കായി സർക്കാർ ഇവിടെ തപാലാഫീസ്, ആശുപത്രി, UP സ്കൂൾ എന്നിവ ആരംഭിച്ചു. താമസത്തിനായി ഓലമേഞ്ഞ 100 കണക്കിന് ലയങ്ങളും. വർഷങ്ങളോളം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ച എസ്റ്റേറ്റിൽ 1997 കാലഘട്ടത്തിൽ ശമ്പള പ്രശ്നം ഉടലെടുത്തു. ഫാക്ടറി അടച്ചു പൂട്ടിയിട്ട് ഒരു 10-20 കൊല്ലമാവും. തൊഴിലാളികളെന്ന് പറഞ്ഞാൽ പല ജീവിതത്തിനും അവർക്ക് ജീവിക്കാൻ നോക്കാതെയാണ് വിതുരയിലും അവിടെയും ഇവിടെയൊക്കെ വാടക വീട് എടുത്ത് അവിടെയൊക്കെ പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് ജോലി ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് തൊഴിലാളികളുണ്ട്. അവർ ഇങ്ങനെ തൊഴിലുറപ്പും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പയ്യന്മാർ, എൻ്റെ മോനൊക്കെ താഴെയാണ് പണിക്ക് പോകുന്നത്. അതിൻ്റെയൊക്കെ ഇത് ഉള്ളത് കൊണ്ടാണ് ഒരു നേരെയൊക്കെ പോണത് മരുന്ന് വാങ്ങിക്കാനും. അവന് കൊത്തപ്പണി. എസ്റ്റേറ്റിൻ്റെ കാര്യം 10-20 കൊല്ലം കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഈ പള്ളിക്കാർ, പിന്നെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് അരി സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു 2-3 ദിവസത്തെ കാര്യം അങ്ങനെ നടന്നാലും ഒരു 50 രൂപയ്ക്ക് ഒരു മലക്കറി എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വിതറി പോകണം. വലിയ പാടെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ക്ഷമയാണ് എനിക്ക്. ക്ഷമ വെച്ചാലും ശരി, എങ്ങനെയെന്ന് വെച്ചാലും ശരി, പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പുളിയെ മരുന്നൊക്കെ എഴുതി തരും പുറത്ത്. അത് വാങ്ങിക്കുകയാണെങ്കിൽ ആ തുണ്ട് വാങ്ങിച്ച് നമ്മൾ പെട്ടെന്ന് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് പോകാൻ പറ്റില്ല. തൊഴിലാളികൾക്ക് ശമ്പളവും പ്രോവിഡന്റ് ഫണ്ടും മുടക്കം വരുത്തിയ അധികൃതർക്കെതിരെ ജീവനക്കാർ രംഗത്ത് വന്നതോടെ എസ്റ്റേറ്റിന്റെ നല്ല കാലം അസ്തമിക്കുകയായിരുന്നു. തൊഴിൽ പ്രശ്നങ്ങളും സമരങ്ങളും ഉടലെടുത്തതോടെ കമ്പനി തകർന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇടപെട്ടെങ്കിലും ഇതുവരെയും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. എസ്റ്റേറ്റ് പൂട്ടി. കമ്പനി കൈവിട്ട തൊഴിലാളികൾ ഭൂരിഭാഗവും മറ്റിടങ്ങളിലേക്ക് പോയി. എന്നാൽ മടങ്ങിപ്പോകാൻ ഇടമില്ലാത്ത 210ഓളം തൊഴിലാളികൾ ജീവിക്കാൻ മാർഗമില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി തകർന്ന ലയങ്ങളിൽ ജീവിതം തള്ളി നീക്കുകയാണ്. ലയങ്ങളെല്ലാം പോയി കിടക്കുകയാണ്. ഈ ലയങ്ങളിൽ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ സീറ്റ് ഇടണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സീറ്റായില്ല, ഇതുവരെ വന്നില്ല. പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ ഒരു കക്കൂസുകൾ കെട്ടിക്കൊടുത്തില്ലായിരുന്നു.
പട്ടിണി മാറ്റുവാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ റബ്ബർ തോട്ടം കയ്യേറി തൊഴിലാളികൾ വിളവെടുത്തിരുന്നു. ഒരു തൊഴിലാളിക്ക് 9 മരമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ വെട്ടുന്നത്. അതും റബ്ബർ ഷീറ്റാക്കാൻ പറ്റാത്ത ഒട്ടുപാലായാണ് വിൽക്കുന്നത്. എന്നാൽ റബ്ബറിന് വിലയിടിഞ്ഞതും മഴക്കാലവും ആ പ്രതീക്ഷയും അസ്ഥാനത്താക്കി. കൊളുന്തു നുള്ളാത്തതിനാൽ അടിക്കാട് പിടിച്ചും കൊളുന്തുകൾ മുറ്റിയും തേയിലച്ചെടികൾ നശിച്ചു. തൊഴിൽ പ്രശ്നങ്ങൾക്ക് പുറമെ കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം, ചികിത്സ, ഗതാഗത യോഗ്യമായ റോഡ്, വന്യജീവികളിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങിയ ഒരു വിഷയത്തിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ബോണക്കാട്ടുകാർക്ക് ലഭിച്ചില്ല. കുടിവെള്ളം ആറ്റിയെന്ന് മതി, വെള്ളം വരണമുണ്ട് ആറ്റിയെന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധീകരിക്കുകയൊന്നും ചെയ്യില്ല. അതിൽ എന്തെങ്കിലും പുഴുക്കൾ എന്തെങ്കിലും ചത്ത് കിടക്കണമെങ്കിൽ ആ വെള്ളം തന്നെ നമുക്ക് കിട്ടണത് പൈപ്പ് വെച്ച്. അങ്ങനെ വെള്ളം എല്ലാം മരുന്നിൻ്റെ കാര്യം. ഇതുപോലെ പിന്നെ കറണ്ടിൻ്റെ കാര്യം, കറണ്ട് ഇപ്പം ഉണ്ട്. കറണ്ട് ഉണ്ടെങ്കിൽ കാറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഇല്ലാതായിപ്പോൾ. അങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് എസ്റ്റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു പണി കിട്ടിയാലേ നമുക്ക് പറ്റുന്നൊരു ഫ്രീ റേഷൻ നമുക്ക് കിട്ടുന്നു. 4-5 പേര് ഉള്ളവർക്കൊക്കെ ഒരാഴ്ചയ്ക്ക് പോയാൽ ഒരു മാസത്തേക്കാണ് ഒരു 10-12 കിലോ കിട്ടിയാലും ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് സന്തോഷം തന്നെ. ഇവിടെ ആശുപത്രി ഇല്ല, ഉണ്ടായിരുന്നൊക്കെ പോയി. അവിടെ കുളിയ ഒന്നുമില്ല, ഇപ്പോൾ ഡോക്ടറും ഇല്ല. അവിടെ ഒരു പള്ളി വെളിയായിട്ട് കൊടുത്ത് കുളിയ, അത് ഇപ്പം ഇല്ല. വല്ലപ്പോഴൊക്കെ പനിക്ക് പോലും ഇപ്പം ചെവ്വ കിട്ടുന്നില്ല. പനിക്ക് അവിടെ പോയാലും കിട്ടുന്നില്ല. ഇവിടത്തുകാർക്ക് സൗജന്യമായി വൈദ്യുതി നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ KSEB പോസ്റ്റ് സ്ഥാപിക്കുകയും ലൈനുകൾ വലിക്കുകയും ചെയ്തു. എന്നാൽ കണക്ഷൻ നൽകണമെങ്കിൽ ലയമൊന്നിന് 4600 രൂപ നൽകണമെന്ന് കരാറുകാരൻ ആവശ്യപ്പെട്ടു. ഇതോടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ജീവിതം വീണ്ടും ഇരുൾ നിറഞ്ഞതായി. 4600 രൂപയുണ്ടെങ്കിൽ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് പകരം തങ്ങൾ പട്ടിണി മാറ്റില്ലേ എന്നാണ് തൊഴിലാളികളുടെ ചോദ്യം. ആഹാരം ദാണ്ട ഈ പണി ചെയ്യുന്നതിൻ്റെ ഇതിൽ കിട്ടുന്നതിൻ്റെ വെച്ച് റേഷൻ ഇപ്പോഴേ 4 കിലോ, ഒരാളിന് 4 കിലോ അരി ഉണ്ട്, അതുണ്ട്. അത് 2 മാസം കൊണ്ടാണ് കിട്ടുന്നത്. അതിന് കാശ് കൊടുക്കണ്ട. ബോണക്കാട്ട് ആകെയുള്ള ആതുരാലയമാകട്ടെ ഇപ്പോൾ യൂണിയന്റെ യോഗം ചേരാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ്. രാത്രി ആർക്കെങ്കിലും അപകടം സംഭവിക്കുകയോ രോഗം ബാധിക്കുകയോ ചെയ്താൽ നേരം പുലരുവോളം കാത്തിരിക്കണം ഇവരെ ആശുപത്രിയിലെത്തിക്കാൻ. പ്രാഥമിക ചികിത്സയെങ്കിലും നേടാൻ ഒരുപാട് കാത്തിരിക്കണം. ഇതിനിടയിൽ ജീവൻ പൊലിഞ്ഞവരും നിരവധിയാണ് ഇവിടെ. ആശുപത്രിയിൽ ഉണ്ടായിരുന്നതിന് മുമ്പ് ഈ കാരക്കുണം എന്ന് പറയുന്ന സ്ഥലത്തിലൊക്കെ ഒരു സിസ്റ്റർക്ക് ഉണ്ട്. അവിടെ നിന്ന് മരുന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മൾ ഒരു തലവേദനയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞെങ്കിലും വീട്ടിൽ വാങ്ങിച്ചു വെച്ചോളും. പിന്നെ 4-5 പേര് പോകും, പിന്നെ അവർക്ക് കിട്ടും, പിന്നെ നമ്മൾ പോയാൽ കിട്ടില്ല. അങ്ങനെ ഒന്നും കൂടെ അവർ പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കാനക്കോണത്തിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് മരുന്ന് കൊണ്ടുവന്ന് ആദ്യം ചെയ്യേണ്ടത് അത് തന്നെ. നമുക്ക് മരുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറോ ഒരു സിസ്റ്ററോ ഇരിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു രാത്രി തന്നെ ഒരു ചുമയോ ഒരു പനിയോ വന്നാൽ നമുക്ക് വിതരയിൽ തന്നെ പോകണം. വിതരയ്ക്ക് പോകണമെങ്കിൽ കയ്യിൽ കാശില്ല. അതുകൊണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുറച്ച് മരുന്ന് ഇവിടെ ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ വ്യാപിക്കുകയാണെങ്കിൽ ഒരു മരുന്ന് കിട്ടും. അതുപോലെ ചുമയ്ക്ക് ഓരോ ചുമ വന്നാലോ പനി വന്നാലോ എന്തൊരു വന്നാലും നമുക്ക് ഈ കാട്ടി കിടക്കുന്നവർക്ക് ദൈവം തന്നെ ഉണ്ട്. ഇതൊരു ആശുപത്രിയിൽ പോകും. ഇതൊരു ആശുപത്രിയിൽ ഇപ്പം പണ്ടമാതി കുളിയൊന്നും കൂടുതലില്ല. ഇപ്പോൾ നമ്മൾ വിലയ്ക്ക് അങ്ങ് മെഡിക്കലിൽ വാങ്ങിക്കണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കും, പൈസ ഇല്ലെങ്കിൽ മിണ്ടാതെ വരും. ആശുപത്രിയിൽ കിട്ടുന്ന കുളിയെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ജീവിത രീതി എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ചിലപ്പോൾ അസുഖം വരും. കൂടെ അസുഖങ്ങൾ. ഇനി ആസ്മയാണ്. എങ്ങനെയും ഒരു മാസത്തിലൊരിക്കൽ 2 തവണ ആശുപത്രി കിടന്ന് ഈ വിതരാശുപത്രി ചെന്ന് കിടക്കും. എങ്ങനെ ഒരു 5 ദിവസം കിടക്കും. പിന്നെ പേരുവെട്ടി വരും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോയി കിടക്കും. പിന്നെ ഇത് ഈ മരുന്ന് ഉപയോഗിക്കണമെന്ന് സ്വപ്പം പിടിച്ച് നിൽക്കുകയാണ്. അതെപ്പോഴും നേരത്തെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തലത്തിലും പുറത്തുമെല്ലാം ചർച്ചകൾ നിരവധി നടന്നു. ഒരു ഫലവും ഇതുവരെ കണ്ടില്ല. ഇതുവരെ കുടിശ്ശിക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് തൊഴിലാളികൾക്ക് കിട്ടാനുള്ളത്. ശരിക്കും തൊഴിലാളികൾ പെട്ടുപോയി എന്ന് തന്നെ പറയാം. എസ്റ്റേറ്റിൽ രാഷ്ട്രീയക്കാരെത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. പിന്നെ ആരും ഇതുവഴിക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവരെ കബളിപ്പിക്കുകയാണ്. MLA ആരോ അറിഞ്ഞൂടാ. എല്ലാം അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സീറ്റൊക്കെ ഇട്ട് തരാം, പൊളിഞ്ഞു കിടക്കുന്ന ലയത്തിലൊക്കെ നമുക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അനക്കമില്ല. പറഞ്ഞത് ഈ പാർട്ടിക്കാരൊക്കെ പറഞ്ഞു ഇതായി അതായി എന്ന് പറഞ്ഞ്. പിന്നെ ലാസ്റ്റിൽ വീട് ഇതാ നല്ലാക്കാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാ വീടും ശരിയാക്കാൻ പറ്റില്ല. 15 ലയം ഉണ്ടെങ്കിൽ 5 ലയം ശരിയാക്കാം. പിന്നെ 2ാമത് പൈസ കിട്ടുമ്പോൾ ബാക്കി ലയം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ്. ആ പൈസ കിട്ടാത്ത കൊണ്ട് എല്ലാം പിണങ്ങി അങ്ങനെ കിടക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ആകെയുള്ള ഒരു റേഷൻ കടയുടെ അവസ്ഥയും. ഓണക്കാലത്ത് സൗജന്യ റേഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പ്രഖ്യാപനത്തിന്റെ പകുതി പോലും ലഭിച്ചില്ലെന്ന് കണ്ണീരോടെ പറയുന്ന തൊഴിലാളികൾ നമുക്ക് കാണാം. തൊഴിലാളികൾക്ക് നൽകേണ്ടതിന്റെ പകുതി സാധനങ്ങൾ മാത്രമാണ് പലപ്പോഴും ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ബാക്കി കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുന്നതായാണ് ആരോപണം. ഇവിടുത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇത് സത്യമാകാതിരിക്കാനും വഴിയില്ല.
എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കിടയിൽ പട്ടിണി മരണങ്ങൾക്കും ആത്മഹത്യയ്ക്കും സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അധികൃതർക്ക് അനങ്ങാപ്പാറ നയമാണ്. ബോണക്കാട്ടെ തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചില്ലെങ്കിൽ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന് കളക്ടർ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ നിലവിലെ ജീവിതാവസ്ഥ കളക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമായി വരച്ചുകാട്ടുന്നുണ്ട്. 98 മുതലുള്ള തൊഴിലാളി സമരം, എസ്റ്റേറ്റിലെ ലയങ്ങളുടെ അവസ്ഥ, ശമ്പള പ്രശ്നം എല്ലാം റിപ്പോർട്ടിലുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ ലയങ്ങളുടെ പുനർനിർമ്മാണത്തിനായി 42 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഇതുവരെ 1 രൂപ പോലും വിനിയോഗിച്ചിട്ടില്ല. എസ്റ്റേറ്റ് ഉടമയുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും എല്ലാം പരാജയമായി. പ്രശ്നപരിഹാരത്തിന് ഉടമയ്ക്ക് താല്പര്യമില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. എസ്റ്റേറ്റ് നിലവാരം എന്ന് പറഞ്ഞാൽ 10, 15, 20 കൊല്ലം കൊണ്ടേ ഞങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പണി ഉണ്ടെങ്കിൽ ഈ തൊഴിലുറപ്പിൻ്റെ ഈ പണിയുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ ഒരുമാതിരിയൊക്കെ പോകുന്നത്. പിന്നെ പെൻഷനുണ്ട്. പെൻഷൻ അത് എനിക്കൊക്കെ 651 രൂപയാണ് കിട്ടുന്നത്. ഇതൊക്കെ വ്യക്തമാക്കി കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസം 1 പിന്നിടുന്നു. എന്നാൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിനായി മുൻകൈയെടുക്കുവാൻ നാളിതുവരെയായി അധികൃതർ തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ ഉടമയ്ക്ക് താല്പര്യമില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കളക്ടറുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതുപോലെ ബോണക്കാട്ടിനി പട്ടിണി മരണങ്ങൾ തുടങ്ങണമായിരിക്കണം. കേരളത്തിൽ മറ്റൊരു അട്ടപ്പാടിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു കണ്ടിട്ടും അധികാരികൾ മൗനം പാലിക്കുകയാണ്. റിട്ടയർഡായിട്ട് 7 കൊല്ലം ആയി. ഇതുവരെ ആ കാശുകളൊന്നും കിട്ടാനില്ല. പിന്നെ 1 സെൻറ്റ് ഭൂമി പോലും ഇല്ല. അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. 97 മുതൽ നടക്കുന്ന തൊഴിൽ പ്രശ്നത്തിൽ പരിഹാരം കാണാതെ ഒളിച്ചു കളിക്കുകയാണ് സർക്കാർ. 17 വർഷമായി നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി മാറി മാറി വന്ന സർക്കാരുകളെ സമീപിച്ചെങ്കിലും എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി. തങ്ങളുടെ പരാതികളും പരിഭവങ്ങളും ഇനി ആരോട് പറയണമെന്നോ ആർക്ക് നൽകണമെന്നോ ഇവർക്ക് അറിയില്ല. തൊഴിലില്ലാതെയും ഒരു സംരക്ഷണവുമില്ലാതെയും തകർന്ന ലയങ്ങളിൽ പട്ടിണിക്കോലങ്ങളായി കഴിയുമ്പോൾ നല്ലൊരു നാളെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് തൊഴിലാളി കുടുംബങ്ങൾ. ബോണക്കാട് എസ്റ്റേറ്റ് തുറക്കാൻ കർമ്മപദ്ധതികൾ കൈക്കൊള്ളുവാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതീക്ഷ പുലർത്തുകയാണ് 200-ലധികം വരുന്ന തൊഴിലാളി കുടുംബങ്ങൾ. ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾക്കും അതിനുവേണ്ട മാനവ വിഭവശേഷിയും മെഷീനറിയും സജ്ജമാക്കണം. എന്നാൽ മാത്രമേ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ഗുണപ്രദമായ രീതിയിൽ ജോലി തുടങ്ങാൻ സാധിക്കൂ. നിലവിലെ ഇവിടത്തെ സ്ഥിതി ദയനീയമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നലിക്കുന്ന ലയങ്ങളിൽ അന്തിയുറങ്ങുന്ന ബോണക്കാട്ടെ 200-ലധികം കുടുംബങ്ങളുടെ ദുരവസ്ഥയെപ്പറ്റി ധാരാളം വാർത്തകൾ വന്നിരുന്നു. ഈ വീട് 6 മാസത്തേക്ക് അകം നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇതുവരെ ആരെയും കണ്ടില്ല. ഇപ്പോൾ വരും ആൾ സീറ്റ് ഇടാം എന്നൊക്കെ പറഞ്ഞ് കക്കൂസ് കെട്ടി തന്നു. പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കെട്ടി തന്നു. പിന്നെ വീട് തന്നെ ശരിയാക്കി തന്നില്ല. വീടൊക്കെ നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നമ്മൾ വിറവ് കൊണ്ടുപോകണ കമ്പൊക്കെ ഈ ഹോട്ടലെടുത്ത് വെച്ചാണ് അങ്ങനെയാണ് വെച്ചിട്ട് നമ്മളങ്ങനെ പോകുന്നത്. വലിയ പാട് തന്നെ. എങ്ങനെയെന്ന് വെച്ചാൽ പെട്ടെന്ന് വയ്യെന്ന് വെച്ചാലും പിന്നെ പറഞ്ഞ അരിയൊക്കെ കൊണ്ട് തന്നാൽ നമുക്ക് എന്തെങ്കിലും താഴെ എന്തെങ്കിലും ഇത്തിപ്പുറം വാങ്ങിച്ചാലേ വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു മരുന്നിൻ്റെ കാര്യം കുറച്ചെങ്കിലും വാങ്ങിച്ച് വെച്ചാൽ കൊള്ളെങ്കിൽ പെട്ടെന്നിൻ്റെ ഉള്ള കാര്യത്തിന് വിതറി പോകാതെ തന്നെ ഇരിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ പോയാൽ നമുക്ക് 500 രൂപ അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. വിഷയം പരിഹരിക്കാതെ സർക്കാരും ഫാക്ടറി ഉടമകളും ഒത്തുകളിക്കുകയാണെന്നാണ് തൊഴിലാളികളുടെ വാദം. ഇവരെ പട്ടിണി കിട്ടതുകൊണ്ട് ആർക്ക് എന്ത് ഫലമാണ് ലഭിക്കുന്നത്? തോട്ടങ്ങളിലോ പുറത്തോ ജോലിയില്ല. എസ്റ്റേറ്റ് ലോക്കൌട്ട് ചെയ്തിട്ട് വർഷങ്ങൾ കഴിയുന്നു. തേയിലയും ഗ്രാമ്പുവും കുരുമുളകും റബ്ബറും തഴച്ചു വളർന്നു നിന്ന ഇവിടത്തെ തോട്ടങ്ങളിൽ 3000-ലധികം പേർ തൊഴിലെടുത്തിരുന്നു. എന്നാൽ ഇന്ന് ബോണക്കാട് എസ്റ്റേറ്റിന്റെ സ്ഥിതി അതല്ല. ലയങ്ങളുടെ സ്ഥിതിയും ദയനീയമാണ്. 100 വർഷത്തെ പഴക്കമുണ്ട് ഓരോ ലയങ്ങൾക്കും. മേൽക്കൂര തകർന്ന് ചെറിയ മഴയിൽ പോലും ചോർന്നലിക്കുന്ന ഇവ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ദീർഘകാലത്തെ ആവശ്യമാണ്. അസുഖം ബാധിച്ചാൽ ബോണക്കാട്ട് നിന്ന് 28 കിലോമീറ്റർ സഞ്ചരിച്ച് വിതുരയിലെത്തണം. ഒരു പള്ളിക്കൂടമുണ്ടായിരുന്നത് അടച്ചുപൂട്ടി. എങ്കിലും 3 ജീവനക്കാർ ഇവിടെ കൃത്യമായി ശമ്പളം പറ്റുന്നുണ്ട്. 4-5 പിള്ളേർ പഠിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. നമുക്ക് ഈ പൈസകളൊന്നും ഇല്ലാത്ത സമയം മോന് പണി ഒരാഴ്ചയ്ക്ക് 2 പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയാലും അവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ടീച്ചർ ഇതൊക്കെ നിന്ന് തന്നെ ഇപ്പോൾ പിള്ളേർ എന്താ വെച്ചാൽ സാറന്മാർ അവർക്ക് ബസ് കിട്ടുമോ എങ്ങനത്തെ ഇതൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയൊന്നും സാറന്മാർ വന്ന് ഇരുന്നിട്ട് ഒരു കൊച്ചിനെയും കൊണ്ട് വിട്ടിട്ട് ഇതുപോലെ തൊഴിലുറപ്പിൻ്റെ ജോലിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കൊച്ചിനെ നോക്കിയിട്ട് ഇത് ഒറ്റയ്ക്ക് ഇവിടെ ഭയങ്കര കുടിയന്മാരാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ നിന്ന് ഈ കാര്യം വരണവർ ഇവിടെ 6 ഉണ്ട്. ആറ്റിൽ നിന്ന് കുടിച്ചിട്ട് എടുത്തിട്ടൊക്കെ ചീത്ത വിളിക്കും. ഇപ്പോഴും 5 വയസ്സ് കുട്ടീനെ കൂടെ നമുക്ക് ചോദിച്ച് ഇവിടെ കൊണ്ട് വിടാൻ പറ്റില്ല. അതുകൊണ്ട് കൊച്ചിനെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് താഴെയാണ് നിന്ന് പഠിപ്പിക്കുന്നത്. ഇത്തിരി പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും നടാമെന്ന് വെച്ചാൽ കാട്ടുപന്നിയും ആനക്കൂട്ടവും ഇറങ്ങി എല്ലാം നശിപ്പിക്കും. വലിയ മൃഗങ്ങളുടെ ശല്യം ഉണ്ട്. ഇങ്ങനെ ആനയൊക്കെ റബ്ബർ കാട് അതുവരെ വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരിക്കൽ ഈ അയ്യപ്പൻ കോവിൽ ഇതാണ്ട് ഇവിടെ ഉണ്ട്. ആ കോവിലിൻ്റെ അതുവരെ വന്ന ആന. അന്ന് ഞങ്ങൾ രാത്രി ഇവിടെ പാട്ടയും തീയൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരുന്നത്. അല്ലെങ്കിൽ ആന ഇവിടെ കയറും. കൃഷികൾ ചെയ്യാൻ ഒക്കുന്നില്ല. മൊത്തം ആദായങ്ങളും എല്ലാം വച്ച് പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് അത് കിട്ടാനായിട്ട് ഒക്കുന്നില്ല. അങ്ങനെ വളരെ കഷ്ടതയിലാണ് ഇവിടുത്തെ
ആൾക്കാർ ജീവിക്കുന്നത്. ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ് തൊഴിലാളികളെല്ലാം. അതുകൊണ്ട് തന്നെ ബോണക്കാട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. വികസനം മറ്റിടങ്ങളിൽ കാലത്തിനൊപ്പം മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും ബോണക്കാട്ടെ സ്ഥിതി അതല്ല. വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ച മട്ടാണ് ഇവിടെ. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. ഈ തൊഴിലുറപ്പ് പണിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ജീവിതം ഇല്ല. ഈ പണി കിട്ടിയതിന് ശേഷം ഇപ്പോൾ കുഞ്ഞു പച്ചരിയൊക്കെ വാങ്ങിക്കാം, അല്ലെങ്കിൽ അത് ഒന്നുമില്ല. ഇരിക്കുന്ന സ്ഥലം, വീട്, നമ്മൾ ലേശം മഴ പെയ്താൽ മതി, അങ്ങ് വീട്ടിനകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. വെള്ളം യാതൊരു സമയം ഈ വാർഡിനൊക്കെ പൊട്ടിപ്പോയാൽ നമ്മളെ വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല. തടിയൊക്കെ ചെറുതിലെടുത്ത് പോയിരിക്കണു. അതുപോലെ തന്നെ കതവ്, വീട്ടിനകത്ത് താമസിക്കാനേ പറ്റില്ല. എവിടെയെങ്കിലും ഇനി വാഴ തന്നെ ചെയ്യണോ. വാഗ്ദാനങ്ങൾ കുന്നോളം, എന്നാൽ അവയെല്ലാം ജലരേഖകളായി ഒതുങ്ങുകയാണ് ഇവിടെ. ദുരിതത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സർക്കാരിന്റെയോ പഞ്ചായത്തിന്റെയോ തലയിൽ കെട്ടിവെക്കാൻ ബോണക്കാട്ടുകാർ ഒരുക്കമല്ല. സർക്കാരെ കുറ്റം പറയാനും ഇല്ല. സർക്കാർ ഒരാളിനെ നിയമിക്കുക, അവിടെ വന്ന് അവരുടെ ജോലിയെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അവരുടെ മേലധികാരി ഇവിടെ എന്താണ് ചെയ്യണത്, ഇവിടെ എന്താണ് നടക്കുന്നത് എന്നും അവരുടെ ശ്രദ്ധയില്ലാതെ കൊണ്ടാണ് ഈ പള്ളിക്കുളം ഇങ്ങനെ കിടക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനവും പഞ്ചായത്തും ഭരിച്ച ആർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നുവെന്ന് ബോണക്കാട്ടുകാർ പറയുന്നു. എസ്റ്റേറ്റിന് പുറത്ത് ഒരു തുണ്ടുഭൂമി പോലും ഇല്ലാത്ത തൊഴിലാളി കുടുംബങ്ങൾ എസ്റ്റേറ്റിനുള്ളിൽ തടവുകാരെ പോലെ കഴിയുകയാണ്. വാട്ട് നമ്മൾ യാത് പാർട്ടിയിലിരിക്കണോ അവിടെ വട്ടിട്ട് കൊടുക്കും. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പണി ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ കിട്ടുന്നു. അത് മുമ്പ് ചുമ്മാ ഓണത്തിന് ചെയ്തതിന് ശേഷം ഇപ്പം തന്നെ ഈ പണി, അതുവരെ വെറുതെ വീട്ടിലിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ബോണക്കാട് എസ്റ്റേറ്റ് സ്ഥാപിച്ചത്. പ്രതാപകാലത്തായിരുന്ന ബോണക്കാട് എസ്റ്റേറ്റ് ഇന്ന് വീണിരിക്കുന്നു. തൊഴിലാളികൾ പട്ടിണിയിലായിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരും തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒന്നോർക്കേണ്ടതുണ്ട്, ബോണക്കാട് തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ കണ്ണീർ ഇനിയും തോർന്നിട്ടില്ല. ഫോർ ദ പീപ്പിളിന് മുന്നിൽ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. പുതിയ ഗവേഷണങ്ങളുമായി അണിയറ പ്രവർത്തകർ സജീവമായി തന്നെയുണ്ട്. അടുത്തയാഴ്ച വീണ്ടും കാണും വരയ്ക്കും നമസ്കാരം.